ദൈവത്തിന്റെ അനുഗ്രഹം ഏവരിലും ഉണ്ടാകട്ടെ. परमेश्वर का अनुग्रह आप सबके साथ बना रहे। നമ്മൾ 14ാം എപ്പിസോഡിലേക്ക് വന്നു. हम 14वां एपिसोड में आ पहुंचे हैं। 1ാം അധ്യായം 8ാമത്തെ വാക്യമാണ് ഇത് വായിക്കുവാനുള്ളത്. प्रकाशित वाक्य पहला अध्याय और उसका 8वां वाक्य। ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. प्रभु परमेश्वर वह जो है और जो था और जो आने वाला है, जो सर्वशक्तिमान है, वह कहता है कि मैं अल्फा और ओमेगा हूं। അൽഫയും ഒമേഗയുമായ ക്രിസ്തു, ഇതാണ് ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ. अल्फा और ओमेगा, यह है इस एपिसोड का शीर्षक। നിത്യനായ ദൈവത്തിന്റെ अनंत काल में रहने वाला परमेश्वर, സർവശക്തിയെ പ്രകീർത്തിക്കാനുള്ള മനുഷ്യന്റെ ആകത്തുകയുടെ വാക്കുകളാണ് അൽഫയും ഒമേഗയും. और उस परमेश्वर जो सर्वशक्तिमान है, उसका वो महानता को दर्शाने के लिए उपयोग किया मनुष्य का एक श्रम है यह वाक्य। നിത്യനായ ദൈവത്തിന്റെ സർവ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് അൽഫയും ഒമേഗയും. अनंत काल से अनंत काल तक रहने वाला परमेश्वर का एक समझाने के लिए उपयोग किया गया वाक्य है अल्फा और ओमेगा। പത്മോസ് ദ്വീപിൽ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ അവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് അൽഫയും ഒമേഗയും. और पद्मोस के द्वीप में यूहन्ना को परमेश्वर ये बात जो बताए वो है अल्फा और ओमेगा। അതിനെ സപ്പോർട്ട് ചെയ്ത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലത്ത് ഉൾപ്പെടുത്തുന്ന ചില വാക്കുകളുമുണ്ട്. और उसके बारे में समझने के लिए पूर्व काल और भावी काल में होने वाले बातों को हमें समझना जरूरी है। അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പദപ്രയോഗങ്ങളാണ്. और ये साधारण लोगों को समझ में आने वाली एक बात है। ഇറ്റേണൽ ഗോഡിനെ കുറിച്ച് 40-ലധികം പ്രാവശ്യം വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. और अनंत काल का रहने वाला परमेश्वर के बारे में 40 से भी ज्यादा वाक्यों का उपयोग किया गया है। ദൈവകൃപയാൽ ഞാൻ ഡിസൈൻ ചെയ്ത ചാർട്ടുകളുടെ ചില ഭാഗങ്ങൾ ഇതിനിടയിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. और ये परमेश्वर की कृपा से ये जो चार्ट में बनाया हूं उसको आप देख रहे हैं। പഠിക്കുവാനും ഗ്രഹിക്കുവാനും അത് വളരെ നല്ലതാണ്. पढ़ने के लिए और समझने के लिए इसका उपयोग आप कर सकते हैं। യേശുവിന്റെ കാലഘട്ടത്തിൽ റോമൻ ഭരണം ആയിരുന്നു നിലനിന്നിരുന്നത്. आप प्रभु यीशु मसीह इस जगत में जब थे उस समय रोम का साम्राज्य था। അന്നത്തെ ജനറൽ ഭാഷ ഗ്രീക്ക് ആയിരുന്നു. और उस समय लोगों का भाषा था ग्रीक। എന്നാൽ ഇസ്രായേല്യരുടെ അഥവാ യഹൂദന്റെ ഭാഷ ഹീബ്രു ആണ്. लेकिन यहूदियों जो थे वो हिब्रू का भाषा का उपयोग करते थे। അവരുടെ സംസാര ഭാഷ അരാമിക് ഭാഷയാണ്. और लेकिन वो जो भाषा बोलते थे वो था अरामिक। അരാമിക് ഭാഷയിൽ തന്നെയാണ് യേശു അധികവും സംസാരിച്ചിരുന്നത്. और प्रभु यीशु मसीह भी बहुत सी बातें अरामिक में बोले थे। എന്നാൽ അരാമിക്കോ ഹീബ്രുവോ ഗ്രീക്കോ ഭൂമിയിലെ ഒരു ഭാഷയും യേശുവിന് അന്യായമല്ല. लेकिन चाहे वो हिब्रू हो या अरामिक हो, प्रभु यीशु मसीह के लिए कोई बड़ी बात नहीं है। യഹൂദന്മാരുടെ മതഭാഷയായി ചുരുങ്ങിയ ഭാഷയായിരുന്നു ഹീബ്രു ഭാഷ. और यहूदियों के बीच में रहने वाला एक भाषा है हिब्रू भाषा। എന്നാൽ റോമ ഗവൺമെന്റ് നിർബന്ധമായ അടിച്ചേൽപ്പിക്കലാണ് ഗ്രീക്ക് ഭാഷ പഠിക്കണം, അത് സംസാരിക്കണം എന്നുള്ളത്. और उस समय रोम का राज्य था, इसीलिए सब लोगों को ग्रीक भाषा पढ़ना जरूरी है, ऐसा करके वो बोले। അതുകൊണ്ട് ഇസ്രായേൽ ജനം റോമ ഭാഷ സംസാരിച്ചിരുന്നു. इसलिए इजराइल के जन जो है रोमियों का ग्रीक भाषा बोलते थे। അവരുടെ യെരുശലേം ദേവാലയത്തിൽ മാത്രം ഹീബ്രു ഭാഷ മതഭാഷയായി മാറി. लेकिन वो अपने मंदिर के अंदर में हिब्रू भाषा का उपयोग करते थे। ലോക്കൽ ജനത്തിന്റെ ഇടയിൽ സംസാര ഭാഷ അരാമിക് ഭാഷയുമായിരുന്നു. लेकिन लोगों के बीच में जब बात करते थे वो अरामिक भाषा में बात करते थे। അതുകൊണ്ട് തന്നെയാണ് 1-ാം നൂറ്റാണ്ടിൽ വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. इसीलिए नया नियम ग्रीक भाषा में लिखा गया है। ഗ്രീക്ക് ഭാഷയുടെ ആദ്യത്തെ അക്ഷരമാണ് അൽഫ. ग्रीक भाषा का पहला वाक्य का अल्फा कहते हैं। അവസാനത്തെ അക്ഷരമാണ് ഒമേഗ. और आखिरी अक्षर जो है वो है ओमेगा। അതുകൊണ്ട് അൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ A to Z എന്ന് പറയും പോലെയാണ്. और इसीलिए अल्फा और ओमेगा का मतलब आ से आहा तक है। എന്നാൽ എബ്രായ ഭാഷയിൽ ആലേഫ് और തൗ എന്നാണ്.
लेकिन हेब्रानियों के भाषा में आलेफ और तव करके बोल सकते हैं। അപ്പോൾ ഗവൺമെന്റിന് അധീനരാകയാൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഭാഷയിൽ അവർക്ക് എഴുതാൻ കഴിയത്തുള്ളൂ. लेकिन जब गवर्नमेंट का भाषा को उपयोग करते थे और इसीलिए उसी भाषा में लिखना जरूरी था। ഇവിടെ ഈ ചാർട്ട് കൂടെ നിങ്ങൾ നോക്കിയാൽ अगर आप चार्ट इसको देखते हैं, ആൽഫ ഒമേഗ എന്ന് പറഞ്ഞാൽ നിത്യത മുതൽ നിത്യത വരെയും എന്നാണ്. उसका मतलब यह है कि अनंत काल से शुरू होकर अनंत काल तक चलने वाला बात, ആദ്യനും അന്ത്യനും എന്നാണ്. जो शुरुआत करने वाला और जो अंत करने वाला, ആരംഭവും അവസാനവും എന്നാണ്. शुरुआत और अंत। ആരംഭവും അവസാനവും എന്ന് ദൈവത്തെ കുറിച്ച് പറയാൻ പാടില്ല. और शुरुआत और अंत के बारे में हम परमेश्वर को हम बोल नहीं सकते हैं। എന്നാൽ മനുഷ്യന്റെ ഗ്രഹിക്കുന്നുള്ള ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്നതാണ്. इसलिए लेकिन मनुष्य को समझ में आने वाली एक बात है, इसीलिए वहां पे लिखा है। അവിടെ അടുത്ത ഒരു പദം ശ്രദ്ധിക്കുവാനുള്ളത്, और वहां पे एक और बात को हमें समझना जरूरी है। നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ ഞാൻ എന്നാണ് 9-ാം വാക്യത്തിൽ വായിക്കുന്നത്. और 9वां वाक्य में लिखा है कि तुम्हारा भाई और यीशु के क्लेश और राज्य और धीरज में तुम्हारे सहभागी हूँ। യോഹന്നാൻ ശ്രേഷ്ഠ അപ്പോസ്തലനാണ്. यूहन्ना एक बहुत बड़ा प्रवाचक है, അതെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? वो यहाँ पे लिखा है। എന്നാൽ താൻ ഒരു ശ്രേഷ്ഠ പ്രവാചകനും കൂടെയാണ്. और उसके साथ में वो बहुत बड़ा एक अपोस्तल भी है। പുതിയ നിയമത്തിന്റെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട അതിശ്രേഷ്ഠ അപ്പോസ്തലനാണ്. उनके जीवन में बहुत सारे कृपा का फल उनको मिला है। എന്നാൽ തന്റെ എളിമത്വം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളുടെ സഹോദരനാണ് ഞാൻ. लेकिन वे इतना बड़े होने के बाद भी वो अपने आप को छोटा करके कहते हैं कि मैं तुम्हारा सहभागी हूँ। യേശു മഹാകഷ്ടതയിൽ കൂടെ ക്രൂശിൽ പിടഞ്ഞു പിടഞ്ഞ് അവസാനിച്ചതുപോലെ जब प्रभु यीशु मसीह बहुत ही कष्ट के साथ, पीड़ा के साथ क्रूस में उनका मृत्यु हो गया, തന്നിൽ വിശ്വസിക്കുന്ന ഭക്തന്മാർക്കും ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്. लेकिन उस पर विश्वास करने वाले उनके विश्वासियों के जीवन में भी बहुत सारे कष्ट आते അത് हैं। ക്രിസ്തുവിന് കൂട്ടാളിയായ അനുഭവം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और वहां लिखा है कि प्रभु यीशु मसीह के साथ में, उनके दर्द के साथ में, उनके पवित्र जन भी उनके साथ में തന്റെ है। പ്രവർത്തന കാലയളവിൽ യെരുശലേം മുതൽ തന്റെ എല്ലാ സ്ഥലങ്ങളിലും താൻ മഹാകഷ്ടതയിൽ കൂടെ കടന്നുപോയി. लेकिन प्रभु यीशु मसीह यरूशलेम में थे और हर एक दिन वो बहुत सारा कष्ट अपने जीवन में झेले हैं। തന്റെ പ്രവർത്തന കേന്ദ്രം ഏകീകരിച്ച് ഭരിച്ചിരുന്നത് എഫെസോസിലാണ്. और उस समय वो एफेसोस के सब जगह में रहते थे। എഫെസോസിൽ വലിയ ഒരു സഭ തനിക്കുണ്ട്. और यूहन्ना का बहुत बड़ा एक कलीसिया एफेसोस में है। എഫെസോസിൽ വെച്ച് തനിക്ക് വളരെയധികം പീഡകൾ സഹിക്കേണ്ടി വന്നു. और एफेसोस में जब थे तो उनके जीवन में बहुत सारे कष्ट आए। എഫെസോസ് സഭ കൂടാതെ തന്നെ ഏഷ്യ മൈനർ എന്ന് പറയുന്ന തുർക്കിയിൽ और एफेसोस के साथ में एशिया माइनर एक तुर्की नाम का एक जगह, പ്രധാനപ്പെട്ട 7 പട്ടണങ്ങൾ 7 വലിയ സഭയുണ്ടായിരുന്നു. और वहां पे 7 बड़ी कलीसिया थे। 7 സഭയുടെയും പ്രധാന ചുമതല അപ്പോസ്തലനായ യോഹന്നാനായിരുന്നു. और वो 7 बड़ी कलीसिया का जो मेन व्यक्ति था वो था यूहन्ना। പല രാജാക്കന്മാരും മാറി മാറി അവിടെ ഭരിച്ചു. और अलग अलग राजा वहां पे वो शासन करते थे। എന്നാൽ ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടം लेकिन जब डोमिशियन चक्रवर्ती वहां पे आया ക്രൂരതയോടുകൂടെ ക്രിസ്ത്യാനികൾക്കെതിരായി പോരാടി. और हर एक मसीह लोग के बीच में बहुत ही क्रूरता के साथ पेश आया। ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ സർവത്ര പദ്ധതികളും താൻ ആരംഭിച്ചു. और मसीह लोग को मार के खत्म करने के लिए वो हर तरीके से वो अपना शासन किए। യോഹന്നാൻ അപ്പോസ്തലനെ പല നിലകളിൽ കൊല്ലുവാനായി ശ്രമിച്ചു. और यूहन्ना को कैसे खत्म करना है वो अलग अलग रास्ता खोजने लगे। അവയെക്കുറിച്ച് വ്യക്തമായ രേഖയില്ലാത്ത പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. और उसके बारे में जो बहुत सारी कहानियां हम जानते हैं। അതിലൊന്നും മരണം കാണുവാൻ കഴിയാതെ लेकिन यूहन्ना को कैसे भी वो मार नहीं सक पाए, തന്നെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. इसीलिए उनको पद्मोस नामक एक द्वीप में भेज दिया गया। ജീവനുള്ള
ക്രിമിനലുകളെ ജീവനോടെ കുഴിച്ചിടുന്ന ശവക്കോട്ടയാണ് പത്മോസ് ദ്വീപ്. और जो जो क्रिमिनल थे उस समय में उनको वहां पे बंदी बना के या कभी कभी गाड़ दिया जाता था। അങ്ങനെ ജീവപര്യന്തം കഷ്ടതയും ഉപദ്രവവും ഏകാന്തതയും പരിശോധനയും അഗ്നിശോധനയും കൊണ്ട് നിറയപ്പെട്ട ജീവിതമായിരുന്നു യോഹന്നാൻ ഉണ്ടായിരുന്നത്. और इसलिए यूहन्ना के जीवन में बहुत सारा कष्ट और प्रयास और कठिनाइयां उनके जीवन में आए थे। എങ്കിലും ദൈവസ്നേഹ നിമിത്തം ക്രിസ്തുവിനെ ഉള്ളിൽ ചുമന്നുകൊണ്ട് താൻ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയെ പോലെ ആയിരുന്നു. और लेकिन प्रभु यीशु मसीह पर विश्वास के दौरान और उसके साथ में वो बहुत सारे कष्ट झेल लिए। എന്നാൽ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ആരാരും സഹായത്തിനില്ലാതെ പ്രബോധിപ്പിക്കാനില്ലാതെ ഒരു സുഹൃബന്ധമില്ലാതെ 18 മാസക്കാലം കഴിച്ചുകൂട്ടി. लेकिन पद्मोस के द्वीप में यूहन्ना 18 साल वो वहां पे गुजारे। അന്നേരം 9-ാം വാക്യത്തിലൂടെ വായിക്കുന്നു, और 9वां वाक्य में इस तरह से कहते हैं, യേശുവിന്റെ സാക്ഷ്യം നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. और यीशु का गवाही के कारण पद्मोस नामक टापू में था। പ്രിയമുള്ളവരെ, ക്രൈസ്തവർ ദൈവത്തോട് സ്നേഹമായി അടുക്കുന്നവർക്ക് തന്നെയും കഷ്ടതയുണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. और ये मेरे भाई और बहनों, जो भी प्रभु यीशु मसीह के साथ चलता है उसके जीवन में बहुत सारे कष्ट और प्रयास होते हैं। എന്നാൽ ഏവരുടെയും കഷ്ടതയുടെ മേൽ ഒരു നീക്കുപോക്ക് കർത്താവ് നൽകും. लेकिन हर एक परेशानी के बीच में परमेश्वर कोई रास्ता जरूर बनाता है। എന്നേക്കും ആ കഷ്ടത തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. लेकिन अनेक दिनों तक वो कष्ट रहने के लिए परमेश्वर वो नहीं देंगे। അങ്ങനെ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ യോഹന്നാനായിരിക്കുമ്പോൾ जब पद्मोस के टापू में यूहन्ना अकेला था, കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. और 10वां वाक्य में लिखा है कि प्रभु के दिन आत्मा में हो गया। ആ ഏകാന്തതയുടെ ആ സാഹചര്യത്തിൽ പിന്നിൽ കാഹളനാദം പോലെ ഒരു ശബ്ദം കേൾക്കുകയാണ്. जब वो यूहन्ना अकेला बैठा हुआ था, वहां पर एक बड़ा शब्द उनको सुनाई पड़ता है। ആ ശബ്ദം എന്താണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ जो आवाज क्या है, कहां से आ रहा है, उस देखने के लिए जब वो मुड़े, സ്വർഗീയ പ്രതാപത്തോടുകൂടെ വെളിപ്പെട്ട ക്രിസ്തുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. और उस समय प्रभु यीशु मसीह बहुत ही तेज के साथ चमकते हुए वो देखते हैं। ഹല്ലേലൂയ. हालेलुया। ക്രൂശിൽ പിടഞ്ഞ് പിടഞ്ഞ് ഏലോഹി ഏലോഹി എന്ന് അവസാനിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ആ രംഗം ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് കണ്ട ഏക ശിഷ്യൻ ഈ യോഹന്നാനാണ്. और क्रूस के नीचे जब प्रभु यीशु मसीह एली एली अमा शबक्तानी कह के वो रोते हैं, तो उस समय यूहन्ना ही था जो उनके सामने था। ആ മഹാകഷ്ടതയിൽ ആയിരുന്ന യോഹന്നാന്റെ അവസ്ഥയിൽ യേശുവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. और उस कष्ट के समय में प्रभु यीशु मसीह यूहन्ना के पास आते हैं। പത്മോസ് ദ്വീപിന്റെയും വിശദീകരണത്തിന്റെയും കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ 2ാമത്തെ എപ്പിസോഡ് നിങ്ങൾ കാണണം. अगर आपको पद्मोस द्वीप में क्या होता है यूहन्ना के जीवन में वो देखना है, समझना है, तो आप दूसरा एपिसोड को देखिएगा। ആ ദ്വീപിന്റെ പ്രത്യേകത അവിടുത്തെ യോഹന്നാന്റെ പേരിൽ പണിതിരിക്കുന്ന മൊണാസ്ട്രി, और उस द्वीप का खूबियां और यूहन्ना के नाम पे बना गया एक मोनास्ट्री भी है। വിവിധ രാജ്യങ്ങളിൽ നിന്നും അവിടെ വന്നിറങ്ങുന്നതായ വിസിറ്റേഴ്സ്, और अनेक राज्यों में से आने वाले लोग, അവിടുത്തെ ഇന്നത്തെ പ്രത്യേകത, और आज के खूबियां, മനോഹരമായ ഒരു പട്ടണമായി ഇന്ന് അത് മാറിക്കഴിഞ്ഞു. बहुत ही सुंदर एक नगर बन गया है पद्मोस का द्वीप। ഈ പഠനത്തിന്റെ 2ാമത്തെ എപ്പിസോഡിൽ ഇത് മുഴുവനും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. इसके बारे में आपको समझना है तो दूसरा एपिसोड को जरूर देखिएगा। അതുകൊണ്ട് ഇവിടെ ഇത് ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. इसलिए मैं इसको दोबारा नहीं कहना चाहता हूँ। ചില വിഷയങ്ങൾ പലയിടത്തും ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് അത് നമ്മുടെ പഠനത്തിലും കുറച്ചൊക്കെ ആവർത്തിക്കേണ്ടി വരുന്നു. और कुछ बातों को दोबारा बोलना जरूरी है, इसलिए मैं यहाँ पे कुछ बातों को कहता हूँ। ആ സ്വർഗീയ പ്രതാപത്തോടുകൂടെ യേശു പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാൻ കാണുന്നു. और वो तेजी के साथ जब प्रभु यीशु मसीह उतर आते हैं तो यूहन्ना वो देखते हैं। അത് കണ്ട സമയത്ത് തന്നെ യോഹന്നാൻ
ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. जब वो तेजी के साथ प्रभु यीशु मसीह को देखते हैं तो यूहन्ना इस तरह से लिखते हैं, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ നിലത്തേക്ക് വീണു. और जब मैं प्रभु को देखा तो वो मरने जैसा मैं हो गया। അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച് और वो प्रभु यीशु मसीह अपने दाहिने हाथ को मेरे सिर पर रखते हैं। യോഹന്നാനെ ഭയപ്പെടേണ്ട, यूहन्ना तुमको डरने की जरूरत नहीं, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. मैं शुरुआत और अंत में ही हूँ। ഞാൻ മരിച്ചവനായിരുന്നു, मैं मर गया था, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. लेकिन देखो मैं अनंत काल तक जीवित रहता हूँ। മരണത്തിന് പാതാളത്തിന് താക്കോൽ എന്റെ കൈവശമുണ്ട്. और जीवन और मृत्यु का चाबी मेरे हाथ में है। ഇവിടെയും ഒരു വ്യാഖ്യാനം കൊണ്ടുവരുമ്പോൾ यहाँ पे मैं एक बात को कहना चाहता हूँ। യോഹന്നാനെ ഞാൻ ക്രൂശിൽ മരിച്ചവനായിരുന്നു, यूहन्ना मैं क्रूस में मर गया था, എന്നാൽ ഇതാ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. लेकिन देखो मैं अनंत काल तक जीवित रहता हूँ। അപ്പോസ്തലർ 1-3 വാക്യം വായിക്കുമ്പോൾ प्रेरितों का काम उसका पहला अध्याय और दूसरा और तीसरा वाक्य में इस तरह से कहते हैं, അവൻ കഷ്ടം അനുഭവിച്ചിട്ട് 40 നാളോളം വിശുദ്ധന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. और वे प्रभु यीशु मसीह का 40 दिन तक वो पुनर्जीवन होने के बाद अपने चेलों के साथ वो चलते हैं। എത്ര പേർക്ക് എത്ര പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടുവെന്ന് മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. और अनेक लोगों के सामने प्रभु यीशु मसीह प्रकट हुए हैं, वो मैं पिछले एपिसोड में बता चुका हूँ। അതുകൊണ്ട് ഒരെണ്ണം പോലും വിടാതെ തുടർച്ചയായി കാണുന്നത് വലിയൊരു പഠനമായി തീരും. इसलिए हर एक एपिसोड को देखना जरूरी है, तभी आपको सब बात समझ में आएगी। അതെ, ഞാൻ എന്നേക്ക് ജീവിച്ചിരിക്കുന്നു. इसलिए हाँ, मैं अनंत काल तक जीवित रहता हूँ। ഇസ്രായേലിൽ രാജ്യം യഥാസ്ഥാനത്താക്കും. और इजराइल का जो राज्य है मैं यथास्थान में करूंगा। ഞാൻ അവിടെ രാജാവായി ഭരിക്കും. मैं राजाओं का राजा बनकर वहां पे शासन करूंगा। നിങ്ങളും എന്നോടുകൂടെ ഇസ്രായേൽ ഗോത്രം 12 ഭരിക്കും. और तुम्हारे साथ और हर एक पवित्र लोगों के साथ में मैं वहां शासन करूंगा। എന്നോട് കൂടെ സകല വിശുദ്ധന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ഭരിക്കും. और मेरे साथ में हर एक राजा और पुरोहित लोग मेरे साथ शासन करेंगे। ഇത് ഞാൻ പറയുമ്പോൾ जब मैं ये बात को बता रहा हूँ, മുൻ എപ്പിസോഡുകളിലും സന്ദർഭോചിതം പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട്. और पिछले एपिसोड में भी ये बात को मैं कहा हूँ। ഇത് വീണ്ടും തുടരത്തക്കണം ആവേശത്തോടു കൂടെ കർത്താവ് പറഞ്ഞ പ്രഖ്യാപനങ്ങളുണ്ട്. और ये ऐसा ही होने वाला है, इसीलिए प्रभु यीशु मसीह बहुत सारी बातों को उन्होंने कहा है। 9 വാക്യം और 9वां वाक्य में इस तरह से लिखा है, ഇത്രയും അല്പമായിട്ടുള്ള വിശദീകരണത്തോടുകൂടെ ഞാൻ നിർത്തുകയാണ്. और थोड़ा सा और बोल करके मैं यहाँ रोकना चाहता हूँ। 10 വാക്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. 10वां वाक्य अगले एपिसोड में हम चर्चा करेंगे। ദൈവം സഹായിക്കട്ടെ. परमेश्वर आप सबको आशीष दे। आमीन।